പത്തനംതിട്ട കരഞ്ഞൂരിൽ ഇഞ്ചപ്പാറ എന്ന സ്ഥലത്താണ് പുലി വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണത്. പുലിയെ അവിടെ നിന്ന് വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. പുലിയുടെ മുഖത്തും മറ്റും പരിക്കേറ്റിട്ടുണ്ട്. അത് ഈ കൂട്ടിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സമീപത്തെ ആ കൂട് നിർമ്മിച്ചിരിക്കുന്ന കമ്പിയിലും മറ്റും ഇടിച്ച് ആണ്. പക്ഷേ ഗൗരവമുള്ള പരിക്കില്ല എന്നതാണ് അവിടെ നിന്ന് വെറ്റിനറി ഡോക്ടർ പരിശോധിച്ചതിന്റെ വിവരം സി കെ അഭിലാൽ പങ്കുവച്ചത്. അഭിലാൽ, പുലിയെ കൂട്ടയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. അതിന്റെ മുഖത്തും മറ്റും പരിക്കുകളൊക്കെ കാണാം. അത് കുഴപ്പമുള്ള അല്ല എന്ന് തന്നെ ഡോക്ടർ വിശദീകരിച്ചല്ലോ. ഇനി എവിടേക്കാണ് കൊണ്ടുപോവുക? എന്നിട്ട് ഗവിയിലേക്ക് തന്നെ കൊണ്ടുപോയി തുറന്നുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവിടെ വീണ്ടും പുലി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നാട്ടുകാർ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കൂട് വീണ്ടും സ്ഥാപിക്കുമോ? ഈ വനമേഖലയുമായി അടുത്തു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ രാക്ഷസപ്പാറ എന്നുള്ളത് കിലോമീറ്ററുകളോളം വിസ്തൃതമുള്ള ഒരു പ്രദേശം കൂടിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ രാക്ഷസപ്പാറയുടെ കിഴക്കൻ ഭാഗത്തെ ഏതാനും ഇടങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഈ പാറയുടെ മുകളിൽ മുൻപ് വന്യജീവിയെ പലതും കൂടി കണ്ടിരുന്നു. ചില ആളുകൾ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. എന്തായാലും വനം വകുപ്പിന്റെ ദൗത്യം മൂന്നാമത് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വർഷത്തിനിടയിൽ മൂന്നാം തവണയും വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി വീണിരിക്കുകയാണ്. ഇതിനു മുൻപ് ഒരു മാസം മുൻപ് ഇഞ്ചപ്പാറയിൽ മറ്റൊരു ഇടത്താണ് പുലി കുടുങ്ങിയത്. എന്തായാലും ആശ്വാസകരമായ ഒരു വസ്തുത എന്നുള്ളതും ആദ്യഘട്ടത്തിൽ പ്രദേശവാസികൾ പങ്കുവച്ചത് 3 പുലി ഉണ്ട് എന്നുള്ളതാണ്. അത് ഫലത്തിൽ ഇപ്പോൾ മൂന്നാമത്തേതും അകത്ത് ആയി എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത, പകൽ സമയത്ത് ആണ് ഏറ്റവും അവസാനം 2 ഇടങ്ങളിലും കൂട്ടിൽ പുലി അകപ്പെട്ടത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പലയിടങ്ങളിലും നെല്ലിയാമ്പതി അടക്കമുള്ള മേഖലകളിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ സമാനമായ രീതിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ രാത്രി കാലയളവിൽ പുലി കൂട്ടിൽ അകപ്പെടുന്നതാണെങ്കിൽ ഇത് പട്ടാപ്പകൽ ഏറ്റവും ഒടുവിൽ ഇന്ന് സംഭവിച്ചത് ഏറെക്കുറെ 11 മണിയോട് കൂടിയാണ് ഈ നിരവേൽ മനോജിന്റെ പുരയിടത്ത് സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ പുലി അകപ്പെട്ടത്. അസാധാരണമായ ഒരു ശബ്ദം കേട്ട് ആണ് മനോജിന്റെ കുടുംബാംഗങ്ങൾ ഇവിടേക്ക് എത്തിയത്. അങ്ങനെ അവർ നോക്കുകയും അങ്ങനെ പുലിയാണെന്ന് ഉറപ്പിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ പങ്കുവച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പുലിയാണെന്ന് ഉറപ്പിച്ചത്. നിങ്ങൾ ഇതിന് മുൻപ് കാണുകയും ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തതാണ്. അതെ. ഇന്ന് രാവിലെ ഒരു 7 മണിയോട് കൂടിയാണ് ഇവിടെ സ്ഥാനം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടത്. അപ്പം അതിനുശേഷം ഇത് അച്ഛനാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കൂട്ടിൽ പുലി ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ 3 എണ്ണം നല്ല അതിമേളി പുലികളുണ്ടെന്നാണ് നമ്മുടെ ഒരു ഇത്. ഒരു 6 മാസങ്ങൾക്ക് മുൻപാണ് പാറയുടെ മുകളിൽ പുലി നിൽക്കുന്നത്. അതെ, ഞാനാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. അത് പല രീതിയിൽ വന്നിട്ടുണ്ട്. ഫേക്ക് ആണെന്നുള്ള രീതി വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഫേക്ക് ആയിട്ടുള്ള സ്ഥാനത്തെ കണ്ടല്ലോ എല്ലാവരും. ഒരു 3 എണ്ണം നല്ല ഇതിൽ മേളിലുണ്ടെന്നാണ് നമ്മുടെ ഒരു ഇത് പറയുന്നത്. ഒരു നാട്ടിൽ പലരും പലയിടത്തായിട്ട് ഇതിനപ്പുറം എല്ലാം പലരും കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കി കണ്ടുമൊക്കെ ഇനിയും കൂടുകൾ വെച്ച് നാട്ടുകാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്. അത് സംരക്ഷിക്കുക എന്നുള്ളത്. കൃഷിയും വ്യാപകമായുള്ള ഒരു മേഖലയാണ്. ഉറപ്പായിട്ടും കൃഷി മാത്രമല്ല, ഇവിടെ കൂടുതലും ടാപ്പിംഗ് തൊഴിലാളികളാണ് ഉള്ളത്. ടാപ്പിംഗ് തൊഴിലാളികൾ ഈ 4 മണിക്കും 2 മണിക്കൊക്കെ വെട്ടാറുള്ളത് ടാപ്പിംഗ് തൊഴിലാളികളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അവർക്കിതൊരു ഭീഷണിയാണ്. ഇങ്ങനെ ഒരു രീതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത്. ഇത് തന്നെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ രാവിലെ കയറിയതാണ്. ഇതുവരെ ഇന്നലെ രാത്രിയിലൊന്നും ഇല്ല, സൗണ്ടോ കാര്യമൊന്നും നമ്മൾ കേട്ടതല്ല. ഇന്നിപ്പോഴാണ് നമ്മളിത് കേട്ടതും ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് കൂട്ടിൽ ഉള്ളതായിട്ടുള്ളത്. അന്ന് ഏറെക്കുറെ 6 മാസം മുൻപ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ട ആ പുലി ഈ ഏറ്റവും ഒടുവിൽ വീണ 2 എണ്ണത്തിൽ 1 ആണെന്ന് കരുതാൻ പറ്റുമോ? പറ്റത്തില്ല, ഒരിക്കലും ഇല്ല. കാര്യം ഞാൻ കണ്ടത് അത് ഭയങ്കര വലിയൊരു പുലിയായിരുന്നു. എൻ്റെ ദൃശ്യങ്ങൾ അന്ന് കണ്ട് 24 ന്യൂസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട കരഞ്ഞൂർ ഇഞ്ചപ്പാറയിലാണ് പുലി കൂട്ടിലായിരിക്കുന്നത്. 6 മാസത്തോളമായി അവിടെ കൂട് വെച്ച് കാത്തിരിക്കുകയാണ് വനം വകുപ്പ്. നാട്ടുകാർ വെറുതെ പറയുന്നതാണ് എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ 3 പുലികളാണ് മേഖലയിൽ നിന്ന് കൂട്ടിൽ വീണിരിക്കുന്നത്. ഇപ്പോൾ ഈ സംസാരിച്ച ചെറുപ്പക്കാരനാണ് ആ ദൃശ്യം പകർത്തിയത്. ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജാഗ്രത വേണം. വനം വകുപ്പിന്റെ ഭാഗത്ത് വീണ്ടും കൂട് സ്ഥാപിക്കുന്ന ഉൾപ്പെടെ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.